നിങ്ങൾക്ക് എല്ലാവർക്കും മിസ്സസ് കിച്ചണിലേക്ക് സ്വാഗതം. ഇന്നിപ്പോൾ തയ്യാറാക്കുന്നത് ചെമ്മീൻ ചട്ടി ബിരിയാണിയാണ്. നല്ല എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റിയ നല്ല ടേസ്റ്റുള്ള നല്ല അടിപൊളി ബിരിയാണിയാണ്. നിങ്ങൾ ഇത്ര എളുപ്പത്തിൽ ഒരു ചെമ്മീൻ ബിരിയാണി റെസിപ്പി കണ്ടിട്ടുണ്ടാവില്ല. അത്ര എളുപ്പത്തിലാണ് നമ്മളിത് ഉണ്ടാക്കുന്നത്. പിന്നെ ഒരുപാട് ചെമ്മീനൊന്നും ആവശ്യമില്ല. ഒരു 500-600 ഗ്രാം ചെമ്മീനാണ് ഇതിന് വേണ്ടി എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതിനു മുമ്പ് നമ്മളൊരു ചെമ്മീൻ ബിരിയാണി അപ്ലോഡ് ചെയ്തിട്ടുള്ളതാണ്. അതിലും കുറച്ച് വ്യത്യസ്തമായിട്ടാണ് ഈ ബിരിയാണി ഉണ്ടാക്കുന്നത്. അപ്പോൾ ചെമ്മീൻ ബിരിയാണി ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ 600 ഗ്രാം ചെമ്മീൻ എടുത്തിട്ടുണ്ട്. കുറച്ച് വലിയ ചെമ്മീനാണ്. വലിയ ചെമ്മീൻ വേണമെന്നൊന്നുമില്ല. ചെറിയ ചെമ്മീനായാലും ഈ ഒരു ടേസ്റ്റി ബിരിയാണി നമുക്ക് ഉണ്ടാക്കാം. അപ്പോൾ ചെമ്മീനെല്ലാം നന്നായിട്ട് ക്ലീൻ ചെയ്ത് വെള്ളമൊക്കെ കളഞ്ഞ് ഒരു വലിയ ചട്ടിയിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമ്മൾ ഈ ചട്ടിയിൽ തന്നെയാണ് ബിരിയാണി വയ്ക്കുന്നത്. ഇനി ഇതിലേക്ക് നമുക്ക് 1 ടീസ്പൂൺ മുളക് പൊടിയും 1/4 ടീസ്പൂൺ മഞ്ഞൾ പൊടിയും 1/2 ടീസ്പൂൺ ഗരം മസാലപ്പൊടിയും ആവശ്യത്തിന് ഉപ്പ് ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് അരമണിക്കൂർ നമുക്ക് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം. ഇനി നമുക്ക് ബിരിയാണിക്ക് വേണ്ടിയുള്ള അരി നന്നായിട്ട് കഴുകി വെള്ളം ഒഴിച്ച് അരമണിക്കൂർ ഒന്ന് കുതിരാൻ വയ്ക്കണം. ഈ പാത്രത്തിൽ ഒരു പാത്രം അരി എടുത്തിട്ടുണ്ട്. ചെറിയ അരിയാണ്, ബർക്കത്ത് അരിയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഇത് ഏതാണ്ട് 600 ഗ്രാമോളം ഉണ്ട്. ഇത് നന്നായിട്ട് കഴുകി വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് അരമണിക്കൂർ കുതിരാൻ വയ്ക്കാം. ഇനി നമുക്ക് മസാലയ്ക്ക് വേണ്ടി ഇഞ്ചിയും പച്ചമുളകും വെളുത്തുള്ളിയും സവാളയൊക്കെ ഒന്ന് ക്രഷ് ചെയ്തെടുക്കണം. അപ്പോൾ നമ്മൾ സാധാരണ വെളുത്തുള്ളിയുടെ തോല് കളയാറുള്ളത് പോലെ ഇതിൻ്റെ രണ്ടറ്റവും ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് കളഞ്ഞിട്ട് നന്നായിട്ട് കഴുകി മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കണേന്. എന്നിട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുക്കുമ്പം ഇതിൻ്റെ തോലൊക്കെ എല്ലാം നന്നായിട്ട് വിട്ട് തന്നെ നമുക്ക് കിട്ടും. ഒരുപാട് അളവിൽ മസാലയൊന്നും നമ്മൾ തയ്യാറാക്കുന്നില്ല. അതുകൊണ്ട് നമുക്ക് ഒരു ബൾബ് വെളുത്തുള്ളി മതിയാകും. അത് ഇതുപോലെ തോലെല്ലാം കളഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് 1 കഷ്ണം ഇഞ്ചിയാണ് ആവശ്യം. ഇഞ്ചിയും ഒരുപാട് വലിയ കഷ്ണമൊന്നും വേണ്ട. ഇതുപോലത്തെ 1 കഷ്ണം ഇഞ്ചി മതി. അതൊന്ന് കട്ട് ചെയ്ത് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇഞ്ചി ഇട്ടിട്ട് ഇതുപോലെ ഒന്നും കൂടെ ക്രഷ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് സവാള ഇട്ട് കൊടുക്കാം. ഞാൻ ഏതാണ്ട് 3 മീഡിയം സൈസ് സവാള എടുത്തിട്ടുണ്ട്. അത് കുറച്ച് വലിയ കഷ്ണങ്ങളാക്കി കട്ട് ചെയ്തെടുത്തതാണ്. അതിൽ നിന്ന് കുറച്ചിട്ട് കൊടുക്കാം. ഒരു 3-4 നല്ല എരിവുള്ള പച്ചമുളകും ഒന്ന് ഇതുപോലെ പൊട്ടിച്ചിട്ട് കൊടുത്തിട്ട് 2 തക്കാളിയും കൂടി കട്ട് ചെയ്തിട്ട് കൊടുത്തിട്ട് എല്ലാം കൂടി ഒന്നും കൂടെ ക്രഷ് ചെയ്തിട്ട് വരാം. അരഞ്ഞൊട്ടും പോകരുത്. ഒന്ന് ഇതുപോലെ ക്രഷ് ചെയ്ത് മാത്രം എടുത്താൽ മതി. ഇനി ഫ്ലെയിം ഓൺ ചെയ്ത് നമ്മൾ ചെമ്മീൻ മാരിനേറ്റ് ചെയ്ത് വെച്ചാൽ ചട്ടി വെച്ച് കൊടുക്കാം. എന്നിട്ട് ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഒരു 4-5 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഒന്ന് ഇളക്കിയതിന് ശേഷം നമ്മൾ നേരത്തെ ക്രഷ് ചെയ്ത് വെച്ച ഇഞ്ചിയും പച്ചമുളകും സവാളയും വെളുത്തുള്ളിയൊക്കെ ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം. കുറച്ച് സവാളയും കൂടി ഒന്ന് നുറുക്കാനുണ്ടായിരുന്നു. അതും മിക്സിയുടെ ജാറിൽ വെച്ചിട്ടൊന്ന് നുറുക്കിയെടുത്തിട്ടുണ്ട്. അതും ഇട്ട് കൊടുത്തതിന് ശേഷം എല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഹൈ ഫ്ലെയിമിൽ വേണം വയ്ക്കാനായിട്ട്. കുറച്ച് വേപ്പിലയും കൂടി ഇട്ടതിന് ശേഷം നമുക്കിത് ഇടയ്ക്കിടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കാം. നമ്മൾ ചെമ്മീൻ ആദ്യം ഫ്രൈ ചെയ്തൊന്നും മാറ്റുന്നില്ല. ഇതുപോലെ മസാലയുടെ ഒപ്പം ഇട്ട് ഒരു സെമി ഫ്രൈ ആണ് ചെയ്യുന്നത്. അത് ഫ്രൈയും അല്ല റോസ്റ്റും അല്ലാത്ത വിധത്തിലാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഈ ചെമ്മീൻ്റെ ടേസ്റ്റൊക്കെ ഇളകിയിട്ട് നല്ല അടിപൊളി രുചിയായിരിക്കും മസാലയ്ക്ക്. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് ഇതുപോലെ ഇടയ്ക്കിടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ ചെമ്മീനിലെ വെള്ളവും പിന്നെ നമ്മൾ സവാളയൊക്കെ കുറച്ചൊന്ന് ചതച്ചെടുക്കുമ്പോഴത്തേക്കും അതിൻ്റെ വെള്ളത്തിൻ്റെ അംശമൊക്കെ ഉണ്ടാകും. അപ്പോൾ ഇതുപോലത്തെ ഒരു രൂപത്തിലായിരിക്കും ആദ്യം നമുക്ക് കിട്ടണം കേട്ടോ. എന്നിട്ട് ഇതൊന്ന് ഇളക്കി ആ വെള്ളം വറ്റിച്ചെടുത്താൽ മതി. നമുക്ക് ഈ മസാലയിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ടിട്ട് ഇതുപോലെ ഇടയ്ക്കിടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കാം. ചട്ടിയാണെങ്കിലും ഈ വെള്ളം വറ്റുന്നത് വരെ അടിയിലൊന്നും പിടിക്കൊന്നുമില്ല. നന്നായിട്ട് തന്നെ നമുക്ക് നല്ല അടിപൊളി നല്ല ടേസ്റ്റി മസാലയായിട്ട് നമുക്ക് ഇത് കിട്ടും കേട്ടോ. ഇനി നമുക്ക് ചോറ് വയ്ക്കാൻ തുടങ്ങാം. അപ്പോൾ അരി അളന്ന പാത്രത്തിൽ 1.25 പാത്രം വെള്ളം ഇതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കണേ. നമ്മളിത് ചെറുതായിട്ട് ദമ്മിടുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഒരു പാത്രം അരിക്ക് 1.25 പാത്രം വെള്ളമാണ് എടുത്തത്. ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുത്തിട്ട് ഇത് നന്നായിട്ടൊന്ന് തിളപ്പിക്കാൻ വയ്ക്കാം. ഈ വെള്ളത്തിലേക്ക് കുറച്ച് ഡ്രൈ മസാലകൾ ഇട്ട് കൊടുക്കാം. ബേ ലീഫ്, തക്കോലം, കറിയാമ്പൂ, ഏലക്ക, പട്ട, പെരിഞ്ചീരകം, കുരുമുളക് ഇവ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഇനി ആവശ്യത്തിന് നെയ്യ് ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ ഏതാണ്ട് 2 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. വീട്ടിലുണ്ടാക്കിയ നെയ്യാണിത്. നെയ്യിൻ്റെ അളവ് നമ്മുടെ ഇഷ്ടമനുസരിച്ച് കൂട്ടുകയും കുറയ്ക്കുകയൊക്കെ ചെയ്യാം. നെയ്യ് കുറവാണെങ്കിൽ പകരം സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുത്താൽ മതിയാകും. അപ്പോൾ വെള്ളം നന്നായിട്ട് തിളച്ചപ്പോൾ നമ്മൾ കുതിരാൻ വെച്ച അരി വെള്ളമൊക്കെ കളഞ്ഞിട്ട് ഇതിനകത്തേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്ക് അടച്ചു മൂടി വയ്ക്കാം. അപ്പോൾ ഇതിനിടയിലൊക്കെ നമ്മൾ മസാലയൊക്കെ ഇടയ്ക്കിടയ്ക്കൊന്ന് ഇളക്കി കൊടുത്തിരുന്നു. ഇനി ഇപ്പം വെള്ളമൊക്കെ വറ്റിയിട്ടുണ്ട്. അതിൻ്റെ എണ്ണ ഒന്ന് തെളിയാൻ തുടങ്ങിയിട്ടുണ്ട്. ഇനി ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് ഇതിനകത്തേക്ക് നമുക്ക് കുറച്ചും കൂടെ കറിവേപ്പില ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു 4 ടേബിൾ സ്പൂൺ മല്ലിയില നുറുക്കിയതും ഒരു 1.5 ടേബിൾ സ്പൂൺ പുതിനയില നുറുക്കിയതും ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം.
മൺചട്ടി ആയതുകൊണ്ട് നമ്മൾ ലോ ഫ്ലെയിമിൽ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇടയ്ക്കിടയ്ക്ക് തന്നെ ഇളക്കിക്കൊണ്ടിരിക്കണം, അടി പിടിക്കാൻ സാധ്യത ഉണ്ട് കേട്ടോ മൺചട്ടി ആയത് കാരണം. അപ്പോൾ ഇതുവരെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ തീർച്ചയായും ലൈക്ക് കൊടുത്തേക്കണം. പിന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്തതിന് സപ്പോർട്ടും കൂടി ചെയ്തേക്കണേ. അരിയിട്ട് നന്നായിട്ട് തിളച്ചപ്പം നമ്മളൊരു മീഡിയം ഫ്ലെയിമിലേക്ക് ആക്കിയിരുന്നു. അതിനുശേഷം ഒരു 5-6 മിനിറ്റ് അടച്ചുമൂടി വെച്ചതാണ്. ഇതിപ്പം ഒരുവിധം ഒരു 1/4 വേവ് ആയിട്ടുണ്ട്. ഇനി ഇതൊന്ന് തട്ടിപ്പൊത്തി വെച്ചതിന് ശേഷം നമുക്ക് ലോ ഫ്ലെയിമിലേക്ക് ആക്കാം. ഒരു 3-4 മിനിറ്റും കൂടെ ലോ ഫ്ലെയിമിലേക്ക് കിടന്നൊന്ന് വേകട്ടെ. അപ്പം പിന്നീട് നമുക്കിതെടുത്ത് ദം ചെയ്യാനുള്ളതാണ്. നമ്മളിതിനു മുമ്പ് ചെമ്മീൻ മന്തി റെസിപ്പി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഒരു 1.5 മന്തി റെസിപ്പിയാണ്. അപ്പം നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് ഫീഡ്ബാക്ക് എന്നെ അറിയിക്കണേ. ഇനി ഈ മസാലയിലേക്ക് നമുക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾ പൊടിയും ഒരു 1/4 ടീസ്പൂൺ ഗരം മസാലപ്പൊടിയും ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ട് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ മഞ്ഞൾപ്പൊടിയുടെയൊക്കെ പച്ചമണം മാറാനായിട്ട് 1 മിനിറ്റും കൂടെ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നമ്മൾ വഴറ്റി കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിൽ നിന്ന് കുറച്ച് മസാല എടുത്ത് മാറ്റണേ കേട്ടോ. നമ്മൾ ഒരുപാട് മസാലയൊന്നും തയ്യാറാക്കിയിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് ദം ചെയ്യണത് എങ്ങനെയെന്ന് കാണിക്കാൻ വേണ്ടി മാത്രം കുറച്ച് മസാല എടുത്ത് മാറ്റിയിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് ഈ റൈസ് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഇതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കാം. ഈ ചട്ടിയിലേക്ക് തന്നെ ഇട്ട് കൊടുക്കാം. അപ്പോൾ ചെമ്മീൻ മസാലയും ഒരു 1/4 ഭാഗത്തോളം ചട്ടിയിലുണ്ട്. അതിന് മുകളിൽ ഒരു 1/4 ഭാഗത്തോളം റൈസ് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അധികം നമ്മൾ മസാല അധികമൊക്കെ ഉണ്ടെങ്കിൽ റൈസും ഒക്കെ അധികമൊക്കെ ഉണ്ടെങ്കിൽ ലെയർ ബൈ ലെയർ ആയിട്ട് നമുക്ക് ഇട്ടതിന് ശേഷം വേണം ദം ചെയ്യാനായിട്ട്. അപ്പോൾ ഇത് ഒരുപാടൊന്നും നമുക്കില്ല. മൊത്തം മസാല അടിയിൽ വെച്ചിട്ട് വേണമെങ്കിൽ റൈസ് മൊത്തം മുകളിൽ വെച്ചിട്ട് ദം ചെയ്തെടുക്കാവുന്നതാണ്. ഇപ്പം അധികം ഉണ്ടെങ്കിൽ മസാല അധികം ഉണ്ടെങ്കിൽ റൈസ് ഇതുപോലെ വെച്ചതിന് ശേഷം അതിന് മുകളിൽ കുറച്ചും കൂടെ മസാല ഇതുപോലെ നിരത്തി കൊടുക്കാം. അപ്പോൾ നമ്മുടെ കയ്യിൽ അധികം മസാലയില്ല, ഞാൻ കാണിക്കാൻ വേണ്ടി മാത്രം അല്പം മാത്രം എടുത്ത് മാറ്റിയുള്ളൂ കേട്ടോ. അപ്പോൾ അത് എൻ്റെ മുകളിൽ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിന് മുകളിലും ബാക്കിയുള്ള റൈസും കൂടി ഇട്ടതിന് ശേഷം ഒന്ന് ലെവൽ ചെയ്ത് വയ്ക്കാം. ഇതിനിടയിൽ നമ്മൾ റൈസ് ഒന്ന് ഗാർണിഷ് ചെയ്യാൻ വേണ്ടി കുറച്ച് സവാളയും അണ്ടിപ്പരിപ്പും മുന്തിരിയും ഒന്ന് ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഒരു ചെറിയ സവാളയുടെ പകുതി മാത്രം നീളത്തിൽ കട്ട് ചെയ്ത് ഒരു പകുതിയോളം വഴറ്റി ഒന്ന് കളർ മാറി തുടങ്ങിയപ്പോൾ അണ്ടിപ്പരിപ്പ് ഇട്ട് കൊടുത്ത് അണ്ടിപ്പരിപ്പ് ഒന്ന് കളർ മാറി തുടങ്ങിയപ്പം മുന്തിരി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് കോരി മാറ്റിയിട്ടുണ്ട്. അപ്പോൾ കുറച്ച് മല്ലിയില വിതറിയതിന് ശേഷം നമ്മൾ ആ ഫ്രൈഡ് ഓണിയനും കാഷ്യൂ നട്ട്സും പിന്നെ മുന്തിരിയും വിതറി കൊടുത്തിട്ട് ഒന്ന് 6 മിനിറ്റ് ലോ ഫ്ലെയിമിൽ അടച്ചു മൂടി ദം ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ മുകളിൽ വാഴയില വെച്ച് മൂടിയിട്ടോ അല്ലെങ്കിൽ ഫോയിൽ പേപ്പർ വെച്ചിട്ട് കവർ ചെയ്തിട്ടോ ദം ചെയ്തെടുക്കാവുന്നതാണ്. ഞാനപ്പോൾ അതൊന്നും വെച്ച് കൊടുത്തില്ല. നല്ലൊരു ലിഡ് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് അടച്ച് വെച്ചതിന് ശേഷം ഒരു 6 മിനിറ്റ് വെച്ചതിന് ശേഷം നമുക്കിത് ചൂടോടുകൂടി തന്നെ സെർവ് ചെയ്യാം. അപ്പോൾ ഇത് കുറച്ച് ഈസി റെസിപ്പിയായിട്ട് നിങ്ങൾക്ക് തോന്നുന്നില്ലേ? അതുപോലെ തന്നെ നല്ല അടിപൊളി ടേസ്റ്റുമാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും തീർച്ചയായും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അപ്പോൾ ഇതുണ്ടാക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും തീർച്ചയായും കമൻറ്റ് ചെയ്യണം. ഈ വീഡിയോ നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിക്ക് ഒന്ന് ഷെയറും കൂടെ ചെയ്തേക്കണേ. താങ്ക്